നോക്കുമോളെ, നല്ലൊരു ചെറുപ്പക്കാരൻ. പണത്തിന് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യാൻ മടിക്കാതായിരിക്കുന്നു. അല്ല വക്കീൽ സാറേ, ഇരിക്കൂ. ഇത്ര രാവിലെ ഇങ്ങോട്ട് ഇറങ്ങാൻ? ഒരു വക്കാലത്ത് ഒപ്പിടിക്കണം. വക്കാലത്തോ? ഇവന്റെയോ? യാതൊരു കോളും ഇല്ലാത്ത കേസാണ് സാറേ. ഇടിച്ചു പിഴിഞ്ഞ 10 പൈസ കിട്ടത്തില്ല. അതും ആരോരും ഇല്ലാത്ത ഒരു അനാഥൻ. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് എടുക്കണമെന്ന നിർബന്ധം. നിങ്ങൾ ചെറുപ്പക്കാരുടെ ഒരു ആദർശം. കല്യാണം കഴിഞ്ഞ് 5-6 കുഞ്ഞുങ്ങളായാൽ പിന്നെ ഇതൊക്കെ പറവറക്കും. പിന്നെ അതുങ്ങൾക്ക് 6 കാശുണ്ടാക്കണം എന്നുള്ള ചിന്തയാവും. അതുവരെ ആരെന്ത് പറഞ്ഞാലും ചെവി കേൾക്കില്ല. എടോ 312 സാർ, ആ ലോക്ക പോർന്നോട്. സാർ അങ്ങോട്ട് ചെല്ല്. 9:30 എനിക്ക് അവനെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോകേണ്ടതാ. റിമാൻഡ് എടുക്കാനുള്ളതാ. താങ്ക് യു. ഓ, ആലി എന്നല്ലേ പേര്? അതെ. ആലിക്ക് വേണ്ടി കേസ് ഞാൻ വാദിക്കാം. വേണ്ട, അവരെന്നെ തൂക്കിക്കൊന്നോട്ടെ. അതോടെ ആലിയുടെ പ്രയാസം തീരും. പക്ഷേ ആലിയും കാത്തിരിക്കുന്ന മറ്റൊരാളുണ്ടല്ലോ. ആലി പോയാ പിന്നെ അവൾക്കാരുണ്ട്? ആലിയെ ഞാൻ രക്ഷിക്കാം. അതിന് ആലി എന്നെ സഹായിക്കണം. നടന്നതെല്ലാം ഒന്നും മറച്ചു വയ്ക്കാതെ ആലി എന്നോട് പറയണം. ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ ഒരു ദോഷവും വരില്ല. നടന്നത് എന്താണെന്ന് എന്നോട് പറയൂ. ഓർമ്മ വെച്ച മുതൽ ആ വീടായിരുന്നു എനിക്കെല്ലാം. അവിടെയുള്ള എല്ലാവരോടും എല്ലാത്തിനോടും എനിക്കിഷ്ടമായിരുന്നു. കുടിച്ചോടാ മക്കളെ, നല്ലോണം കുടിച്ചോ. ഇത്ര നേരിട്ട് തിന്നില്ലേ നമുക്ക്? വെറുതെ ആണാ എല്ലും തൂലായിട്ട് നിക്കണേ. തിന്നാൻ തന്നാ ബെക്കം തിന്നണം. ആ, പാടാ മക്കളെ. അനക്കെന്തൊരു ചൊണയും ചൊടിയില്ലാത്ത? നേരം വെളുത്ത അനക്ക് കോയിനോടും പയ്യനോടും കിന്നാനും പറയാനും നേരമുള്ളൂ. പോയി വേറെ വല്ല പണി നോക്കടാ. അല്ലേ നേരം വെളുക്കുമെന്നുള്ള തള്ളയായി തെരഞ്ഞ ആ തള്ള വെറുതെ മെക്കിട്ട് കയറാൻ പറ്റുമോ മാമ? അത് വയസ്സായതിന് തിരക്കടാ മോനെ, ഇജത് കൂട്ടാക്കണ്ടാട്ടാ. ഞാനൊരു തീയ നിറച്ച മൂത്ത് ഇപ്പം കൊമർന്നാന്ന വിചാരം. മോനെ, ഈ കാലത്ത് ചായ കുടിച്ചാ? മറന്നുപോയി മാമ. മറക്കേ, വല്ലാത്തൊരു ആസാമിന്യ. മനുഷ്യന്മാർ എന്തൊക്കെ മറന്നാലും തിന്നുന്ന കാര്യം മറക്കൂല. പോത്തിന്യ ഈ വെട്ടുപോത്ത്. ഞാൻ പറഞ്ഞു മാമി. പാവം, എന്തെങ്കിലും കെണി വെച്ചിട്ടായിരിക്കും ആ ബിലീസ് വിളിക്കണേ. ഈ വല്ലും കഴിച്ചോ? എടാ നേരാ നേരത്തിന് വല്ലും കഴിക്കണം. ഇത് കൂടി ഞാൻ പറഞ്ഞു തരണ. വല്ലാണ്ട് വിശക്കണു മാമി.
ഏതായാലും ഇത്തിരി നേരായി. വെക്കം ചന്തി ചെന്നില്ലെങ്കിൽ നല്ല മീൻ കിട്ടൂല. പോരാത്തിന് മുറുതി ഇന്ന് വീട്ടിലുള്ള ദിവസമാണ്. എന്റെ അമ്മ വെക്കം പോയിട്ട് വാ, എന്നിട്ട് വല്ലതും കഴിക്കാം. ശരി മാമി. നമ്മുടെ മന്ത്രിസഭ പൊളിയെന്നാ എനിക്ക് തോന്നുന്നത് കേട്ടോ. പൊളിഞ്ഞാങ്ങ് പൊളിയട്ടെ, നമുക്ക് എന്താന്ന് മധുര ഇച്ചിരി കുറവാണ് കേട്ടോ. അതെന്ത് പറ്റി? പഞ്ചസാര ഇല്ലാഞ്ഞിട്ട്. ആ കാശിങ് വന്നിട്ട് പോയിക്ക്. എത്രയാ? 1 രൂപ 10 പൈസ. ഞാൻ മറന്നു പോയിട്ടാണ്. എനിക്ക് മറക്കാൻ പറ്റില്ല. എന്നാ ബാക്കി എന്നാ പിടിച്ചോ. പോ. കൊള്ളാമല്ലോടെ ആള്. മനുഷ്യരെ കൊണ്ട് കഴിക്കാൻ പറ്റുമോ? കുഞ്ഞിപ്പാല് മോനെ കുഞ്ഞിപ്പാല്. എന്താടോ ബഹളം? മോനെ കുഞ്ഞിപ്പാല്. ഒരു പാലൊഴിക്കാത്ത ചായ കാണണ്ട. നോക്ക് ഇവിടെ നോക്കി. ഈ പുണ്ണാക്കെ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല. അതുകൊണ്ടാ. പച്ചവെള്ളം കുടിച്ചാൽ മതി. കാലത്തന്നെ തണുപ്പുള്ള സാധനങ്ങളൊന്നും എനിക്ക് അതെന്തേ? ആസ്മയോ? എന്നാലേ ഈ പുട്ടുകുത്തനെ പോലുണ്ട് അവിടെ കുത്തിയാ. കുത്തേ എടോ കുത്തേ. എടോ നീ ഒരു മനുഷ്യനല്ലേ? ഒരു ചായ കട തുറന്നാൽ എന്താ? ഇങ്ങോട്ട് നാളെയല്ല മറ്റന്നാളും കൂടെ തിരിച്ചു തരാം. എത്ര കാലത്തെ സ്നേഹബന്ധമുള്ളവരാ നമ്മള്. സ്നേഹം വേറെ, കാശ് വേറെ, അന്നമ്മ വേറെ, തുണി വേറെ. നിന്നോട് കർത്താവ് ചോദിച്ചോളൂ. അതുകള ഹിന്ദുക്കൾ പറഞ്ഞാലൊന്നും കർത്താവ് കേൾക്കത്തില്ല. ഒരു ചായ കടന്താ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്നിട്ട് ചാവൂ. ചാകണെങ്കിൽ മുൻകൂർ പണം തരാണ്ട് കുഞ്ഞിപ്പാല് പച്ചവെള്ളം തരത്തില്ല. എന്നാ ഒട്ടുകാലേക്ക് പച്ചവെള്ളം പച്ചവെള്ളം എന്താ? അങ്ങനെ വഴിക്ക് വാ. കഥയ്ക്കുവാ. നേരത്തെ അങ്ങ് പറഞ്ഞാ പോരെ. തുപ്പലൂടിയൻ ഊളമാപ്പള എന്റേതായിരിക്കേണ്ടിയിരുന്ന ഈ കട. ലഡ്ഡു, ജിലേബി, വട, പഴം പൊരിച്ചത്, വാത്സൽ, ഈച്ചെല്ലാം കുന്തുപോലെ കൂട്ടി വെക്കൂ. ഒരെണ്ണ അതിൽ ഒരുത്തനെ വെക്കുകയില്ല. എന്നിട്ട് അതിന്ന് ഓരോന്നായി എടുത്ത് വായിലേക്ക് ഇട്ട് ചവച്ചരച്ച് അങ്ങനെ തിന്നും. അങ്ങനെ തിന്ന പിറ്റേന്ന് കട പൂട്ടിയത് തന്നെ. കട ഊറ്റിക്കട്ടെ അമ്മായിയപ്പനെ പോരാ. അരി നേരം വെളുത്തതിന് ശേഷം ഒരു ചായ കുടിച്ചില്ല. ഇപ്പൊ ഒന്ന് പുട്ടുണ്ടല്ലോ, അത് ഇവിടെ ഇങ്ങനെ കിടക്കുക. മേപ്പെട്ടിട്ട് പോണില്ല, കീപ്പെട്ടിട്ട് ഇറങ്ങണില്ല. നിങ്ങൾ ബേജാറാവണ്ട, അതിന് വയ്യ ഉണ്ടാക്കാന്ന്. ആ കാശ് വന്നിട്ട് കഴിച്ചു തന്നു നോക്കേ. അത് മനസ്സിലിരിക്കട്ടെ മോനെ കേട്ടാ. സ്നേഹമുള്ളവരെ കയ്യിൽ നിന്നാകുമ്പോ അതിന്റെ രുചി തിന്നുമ്പോ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സുഖം. ഏഴ് മനുഷ്യന് മടുക്കാത്തായിട്ട് ഒരു സുഖം കൂടിയോ ജീവിതത്തിലുള്ളൂ. അതെന്താ രാഘവേട്ടാ? ആ അത് നിക്കാതെ കഴിയുമ്പോ നീ അറിഞ്ഞോളൂ. നിങ്ങൾ ആ പയ്യനെ കെട്ടിട്ട് അടക്കളോട്ട് ചെല്ലി. പിന്നെ നേരത്തെ മില്ലിലേക്ക് ചോറ് കൊടുത്തയച്ചേക്കണം. പോയ കുറച്ച് തടി വന്നിട്ടുണ്ട്, ഞാനൊന്ന് നോക്കാൻ പോവാണ്. അത്ര തിടുക്കാണെങ്കിൽ നിങ്ങൾ ഹോട്ടലിൽ നിന്ന് അങ്ങോട്ട് തിന്നോളി. നൂറിത് ഇന്ന് ഇവിടെ ഉള്ള ദിവസമാണ്. ഓന്റെ പാകം നോക്കിക്കുമ്പോ ഇത്തിരി വൈകിന് വരും. അഞ്ച് ഒരു പിന്നാര മോൻ ഓനെ ബെടക്കാക്കിന് മുഴുവൻ ഇല്ല. നേരെ ഉച്ചയാവാറായി, 15 രൂപ ഉറക്കം വന്നിട്ടില്ല. രാത്രി എന്റെ മോൻ വൈകിയാ വന്ന് കിടന്നത്. 100 കൂട്ടം പണിയല്ലേ. 100 കൂട്ടം പണി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഉള്ള കാശ് മുടിക്കാൻ കൊള്ളാം. ഓൻ കാശ് മുടിപ്പിച്ചെങ്കിൽ നന്നായി പോയി. നിങ്ങൾ സമ്പാദിച്ചൊന്നുമല്ലല്ലോ, എന്റെ പാപ്പയുടെ മുതലാ. അത് മുഴുവൻ എന്റെ മോനുള്ളതാ. ഓൻ 4 ആളുടെ മുമ്പിൽ നന്നായി നടക്കണില്ല കണ്ണുപടി. കൊതിയനാ. അത് നിന്നോട് മാത്രം. കാര്യം കാണാൻ എല്ലാ ആണുങ്ങളും പറയും. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ജമീലെ വീട്ടിൽ കൊണ്ടാക്കിയത്? പിന്നെ ജമീലാത്ത ബാപ്പയ്ക്ക് സുഖമില്ലാതെ പോയതല്ലേ. എന്നെ എങ്ങനെ മണ്ടിയാക്കാതെ. കളി കാര്യമായ മട്ട. നീ ഇതായി എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. അത് സാരമില്ല, നമുക്ക് ശരിപ്പെടുത്താം. നൂർദിനൊക്കെ പറയാറുള്ളതല്ലേ ഒരു കൊച്ചു വീടിന്റെ കാര്യം. എന്നും ഇങ്ങനെ ഒളിച്ചും പേടിച്ചും കഴിയാൻ പറ്റുമോ? ആ നോക്കട്ടെ.
ഉമ്മായിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. നീ ഇപ്പൊ പോ, നമുക്ക് വഴിയുണ്ടാക്കാം. നിനക്കൊരു കൊച്ചു വീട് വേണമല്ലടി തെവിടിച്ചി. വലിയ പുറയ്ക്ക് താച്ചുമ്മയുടെ മരുമോള്. മര്യാദക്ക് ഞാൻ പറയണ മാതിരി നീ കേട്ടോ. എന്നെ കൊന്നാലും ഞാനിത് ചെയ്യില്ല. ഈ വീട്ടിലൊരു കുഞ്ഞിക്കാലി കളഞ്ഞ കൊതിച്ചിരിക്കില്ലേ, ഇന്ന് തന്നെ നിന്നെ ഞാൻ പേറിപ്പിക്കും. എന്റെ മരുമോളിന്ന് വാ. ദിനകര സാർ, വല്ലാത്ത ഉഷ്ണ അല്ല മുതലാളി. ഒരു വഴിക്ക് പോകുമ്പോഴാണ് നിന്റെ വേഷം കെട്ട്. എന്താ? ഒരു 10 രൂപ വേണം. അത്യാവശ്യമായി തിരുവനന്തപുരത്തിന് പോകുന്നു. അതിനിടയിൽ അവന് 10 രൂപ ചോദിക്കാൻ കണ്ട നേരം. ഞാനും അത്യാവശ്യമായിട്ട് തന്നെ ചോദിക്കുന്നത്. ഇപ്പൊ 10 രൂപ മേടിക്കാൻ 100 രൂപ മുടക്കി എനിക്ക് തിരുവനന്തപുരത്ത് വരാൻ പറ്റുമോ? പറഞ്ഞേച്ച് പോകാൻ മുതലാളി. വെറുതെ അതും പറഞ്ഞ ശല്യം. എന്നാ പോ, ആ വണ്ടി വിട്. കണ്ട പെണ്ണുങ്ങൾക്ക് 1000-10,000 കൊടുക്കാം. നമ്മളൊരു 10 രൂപ ചോദിച്ചപ്പോ അവന് ശല്യം. ഓ, ഒരു പെണ്ണായി ജനിച്ചാ മതിയായിരുന്നു. വാസു വാക്ക് പറഞ്ഞ വാക്ക. അവിടെ കാര്യം ഞാൻ ഏറ്റു. വാസുവേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിനക്ക് പുടവതര. വിവാഹം കഴിക്കാതെ എന്റെ മുറപ്പെണ്ണ് ഗർഭിണിയായാലേ തറവാടിന് മാനക്കേടാ. വലിയ വീട്ടിൽ കയറി പറ്റിയപ്പോ നീ എന്നെ മറന്നു. അന്നേ ഞാൻ പറഞ്ഞതാ, പെമ്പിള്ളാര് 4 കാശുണ്ടാക്കേണ്ട സമയമാണ്, അത് പാഴാക്കല്ലേ എന്ന്. ഇവളൊരു ശീലാവതി. എന്നിട്ടിപ്പൊ എന്തായടി വീർപ്പിച്ചോണ്ട് വന്ന് നിൽക്കുന്നു. പാടി പാടി ഇങ്ങോട്ടിറങ്ങി. നിനക്കെന്താ ഇവിടെ കാര്യം? പോയാ മീൻ നന്നാക്കാൻ നോക്ക്. അത് ചെയ്യണ്ട. നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? വാസു, ഈ ഓളെ കൊണ്ട് പോ. പാടി ഇങ്ങോട്ട് പാടി. കുയിലിനെ തേടി കുതിച്ച് പായും മാര നമ്മളെ പട്ടിക്കുപ്പായൊക്കെ. രാഘവൻ കോഴിയായിട്ട് എങ്ങോട്ടാ? ആര്? അല്ല, രാഘവേട്ടൻ കോഴിയായിട്ട് എങ്ങോട്ടാണ്? എടാ, ഇതേ എന്റെ അമ്മാവന്റെ കാലം മുതലേ വെളുപ്പിന് കൃത്യം 4 മണിക്ക് കൂവുന്നതാ. ഇപ്പൊ ഇവൻ 1 മണിക്കൂർ ഫാസ്റ്റ് ആയിട്ടാ കൂവുന്നത്. ഇവനൊന്ന് വാച്ച് മേക്കർ എടുത്തു കൊടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. എടാ, പിന്നെ എന്ത് ചോദ്യാ കോഴിയായിട്ട് എങ്ങോട്ടാന്ന്? ഇത് എന്റെ വീട്ടിലേക്കാ, നിന്റെ വാഴൊന്നല്ല. ഇവനെ ശരിക്ക് കട്ട് ചെയ്ത് പുളിയും മുളകൊക്കെ ചേർത്ത് നിർത്തി പൊരിച്ച് പ്ലേറ്റിലാക്കി. എന്നിട്ട് വേറൊരു പണിയുണ്ട്. എന്ത്? എന്റെ ചാമ്പ കൊടുത്തു പേരപ്പ കൊടുത്തു. നമ്മളോട് ഹോട്ടലിൽ ചോറ് വെച്ചോളാനായിരുന്നല്ലോ ഉത്തരവ്. പിന്നെ ഈ എന്തിനാ കൊണ്ട് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾക്ക് ഹോട്ടലിലെ ചോറ് പിടിക്കില്ലെന്ന് ഞമ്മക്ക് അറിഞ്ഞൂടെ? ആ, നമ്മളെ ഓർക്കാനും മനസ്സിലാക്കാനും ഈ ഒരുത്തനെങ്കിലും അവിടെ ഉണ്ടല്ലോ. നിങ്ങൾ വെക്കാൻ മതി, നമ്മള് വിളമ്പത്തരാ. ഈ വല്ലതും വെച്ചോ? വീട്ടിൽ ചെന്ന് കഴിച്ചോളാം. അവിടെ ചെന്നാ വേറെ പണി ഉണ്ടാവും. ചോറ് കഴിക്കാൻ സമയം കിട്ടൂല. വാ, എന്റെ കൂടെ കുത്തിട്ട് 4 പിടി വെച്ചോ. ഇന്ന് വീട്ടില് വലിയ ലഹളയായിരുന്നു. ഇന്നിവിടെ നടന്നു വല്ല നിങ്ങൾ അറിഞ്ഞ? അറിഞ്ഞ് മനുഷ്യന് തല പൊക്കി നടക്കാൻ കഴിയാണ്ടാവും. തല തെറിച്ചൊരു മോനുണ്ടായതിന്റെ കോണം. ഓനെ പറഞ്ഞിട്ട് എന്താ ഫലം? ഓനൊരു ബാല്യക്കാരനല്ലേ? ഓരുമ്പട്ടോള്. ആ ജമീല വീട്ടിൽ നിൽക്കാത്ത ഇതിനൊക്കെ കാരണം. തക്കം കിട്ടി എന്തെങ്കിലും ഒരു സൂത്രം പറഞ്ഞ ഓൾ അവക്കടെ വീട്ടിൽ പോകും. അവിടെ നിൽക്കുമ്പോഴെങ്കിലും സുഖമായിട്ടിരിക്കാന്നോള് വിചാരിച്ചു കാണും. ഇവിടെ അന്റിയും ഓന്റിയും കൂടിയുള്ള പൊറുതിയല്ലേ. ഓൾ അങ്ങനെ അങ്ങോട്ട് സൂചിക്കണ്ട. നിങ്ങൾ നാളെ തന്നെ പോയി ഓളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ഓളുടെ ബാപ്പയ്ക്ക് സുഖമില്ലാണ്ട് പോയതല്ലേ. പോയിട്ട് 1 ആഴ്ച ആയിട്ടുമില്ല. നിങ്ങൾ വലിയ കാര്യവിചാരം നടത്തണ്ട. പറയണ മാതിരി അങ്ങോട്ട് ചെയ്താൽ മതി.
ഞാൻ പേടിച്ചു പോയി. ജമിലത്താത്ത എപ്പോഴാ വന്നേ? ആലി ദ ഗ്രേറ്റ് ഡാൻസ് ലൈക്ക് എ ബട്ടർഫ്ലൈ സ്റ്റിംഗ് ലൈക്ക് എ ബീ. കണ്ട ജമിലത്താത്ത ഇംഗ്ലീഷ് ചീത്ത പറയുന്നേ? സത്യമായിട്ട് നിന്നെ ചീത്ത പറഞ്ഞതല്ല. നീ മുഹമ്മദ് അലി എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ ഓനെന്റെ കൂട്ടുകാരനല്ലേ. ചന്തയിലെ പണ്ടാളം പാത്ര മോൻ ഇടിക്കാലം മോഹൻലാലിനെ അറിയാത്തൊരു നാട്ടിലുണ്ടോ? അറിയാതെ എന്തോ പറഞ്ഞുപോയി, എന്നോട് ക്ഷമിക്കണം. എന്നിട്ട് മോഹൻലാൽ ഇത്ര തന്നെ ചെയ്തോ? ഓൻ ചെല്ലിയാനോടിക്കും. മുഹമ്മദ് അലി എന്നെ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ പൊന്നാലിയല്ലേ, ആ വിഷയം വിട്. അവ പച്ച തിന്നാൻ പാടില്ല, പിത്തം പിടിക്കും. നേരം വെളുത്ത് പാതിര വരെ ആലിക്ക് പണിയുണ്ട് ഇവിടെ. എന്ത് ശമ്പളം കിട്ടുന്നുണ്ട്? ശമ്പളോ? ഇതെന്റെ വീടല്ലേ? നിന്റെ വീടോ? ആ, എന്ത് വകയില്? കോയാക്ക വക എന്റെ മാമയല്ലേ. മുള്ളിപ്പത്തെറിച്ച ബന്ധം. എടാ മണ്ട, ഇവര് നിന്നെ പറ്റിക്കുക. ഇന്നത്തെ കാലത്ത് നിന്നെ പോലെ പണിയെടുക്കുന്ന ഒരുത്തിന് എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ടെന്നറിയോ? മാസം 100 രൂപയെങ്കിലും കാണും. 100 രൂപയോ? ആ, നീ ഇങ്ങനെ കണ്ണും തള്ളിയിരുന്നോ? ഇനിയെങ്കിലും കണക്ക് പറഞ്ഞ് കാശ് വാങ്ങാൻ നോക്ക്. കല്യാണം കഴിയുമ്പോ നിനക്കും പല ചെലവുകൾ കാണും. ഞാൻ കല്യാണം കഴിക്കുന്നില്ലല്ലോ. എടാ, എന്റെ അടുത്ത് വിളവെടുക്കരുത്. മാമ നിന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് ഞാൻ അറിഞ്ഞു. നിനക്ക് പെണ്ണിനെ പിടിച്ചോ? സുന്ദരിയാണോ? അതിന് ഞാൻ കണ്ടിട്ട് വേണ്ടേ? മാമായ പെണ്ണ് കാണാൻ പോയത്. എങ്കി വല്ല കളവിയായിരിക്കും. പിന്നെ പിന്നെ നല്ല മൊഞ്ചുള്ള പെണ്ണാന്നാ മാമ പറഞ്ഞേ. കൈ കഴുകി തുറന്നാത്രേ. എന്നാലേ നീ കൈയും കഴുകി കാത്തിരുന്നോ കല്യാണത്തിന്? ആ കല്യാണം നടക്കൂല. ഓനോ ദണ്ടച്ചോറ്. ഇനി ഒരു കല്യാണത്തിന്റെ കുറവേ ഉള്ളൂ. ഓൾക്ക് ആര് ചോറ് കൊടുക്കും? നിങ്ങൾ ആലോചിക്കാനാണ് ഭർത്താവ് പറയുന്നത്. ഇക്കാര്യത്തിൽ ഇനി ഒരു ആലോചനയും വേണ്ട. സാവിത്രി പോയ ശേഷം നമ്മൾ എത്ര എണ്ണത്തിന് പണിക്ക് അന്വേഷിക്കണ്? ഒരെണ്ണത്തിന് കിട്ടിയോ? ഇനിയിപ്പോ കിട്ടിയാ തന്നെ തീറ്റയെ ശമ്പളം കൊടുക്കണം. അല്ല, കൊടുക്കണോന്ന്. അതുകൂടാണ്ട് കഴിയോ? ആലിനെ കൊണ്ട് കെട്ടിച്ച തീറ്റ കൊടുത്താ പോരെ, ശമ്പളം മിച്ചോ? ഇത് ബുദ്ധി. വെറുതെ എല്ലാ നാട്ടുകാരും നിങ്ങളെ ശകുനിത്തള്ളേന്ന് വിളിക്കുന്നത്. നല്ലത് പറഞ്ഞു കൊടുത്താലും ചീത്ത ജമ്മത്ത് ബാക്കി. എങ്കി വഹിക്കണ്ട, അതങ്ങോട്ട് നടക്കട്ടെ. മോളെ ഒറ്റയ്ക്കൊന്ന് കാങ്ങാൻ നടക്കേനു. എന്താ കാര്യം? മോളെ പഴയ ഒരു മിക്സി ഞമ്മക്ക് താ, പടച്ചോന്റെ കൂലി കിട്ടും. പഴയ മിക്സിയോ? ആ മോളെ, മോള് രാത്രി കിടന്നുറങ്ങുമ്പോ ഇടൂലേ കൈത്ത് മുതൽ കാല് പേരുള്ള കുപ്പായം? ആ കുപ്പായം. ഓ, മാക്സിയോ? ആ, അക്കുന്തൻ തന്നെ. ഓ, ഇതിന്റെ പേര് ഞമ്മക്ക് വായൊരു പേരൂല. പാദപ്പനി വരുമ്പോ ഇടാനാ. തണുപ്പിന് വേറെ പതുപ്പ് വേണ്ടല്ലോ. ആ, അതിന് വഴിയുണ്ടാക്കാം. ഈ വീട്ടിലായിരുന്നപ്പോ ഇവിടെ നടന്ന പുക്കാറൊക്കെ അറിഞ്ഞോ? ആമിനത്താത്ത ഉള്ളപ്പോ അതറിയാണ്ടിരിക്കാൻ പറ്റുമോ? അന്റെ ഗുണത്തിനു വേണ്ടിയാണ് ഞമ്മൾ പറയണത്. മോളെ സൂക്ഷിക്കണം. ഈ കുടുംബം മുഴുവൻ പിഴയാ. തന്റെ മോനെ എല്ലാം. നിങ്ങൾ കാര്യം പറ. തന്റെ കാലത്ത് തന്ത. ഓഹോ, മാമയും പിഴയായിരുന്നു. പിന്നല്ലാണ്ട് 6 പിഴ. ആമിനത്താത്ത ഇവിടെ ജോലിക്ക് വരുമ്പോ എന്ത് പ്രായം കാണും? ആ, കെട്ടിച്ച പിറ്റേ കൊല്ലം കെട്ടിയോ മയ്യത്തായി. അത് പിന്നെ ഇവിടെ തന്നെ അല്ലേ. അന്നൊരു 10-15 വയസ്സ് കാങ്ങും. തൊട്ടാ പൊട്ടുന്ന പ്രായം. മാമായോ പിഴ. ഇവിടെ നല്ല കൂത്തായിരുന്നിരിക്കും. പാവം, കോയാനെ പറ്റി ഇല്ലാതെ പറഞ്ഞ പടച്ചും ശിക്ഷിക്കും. കാറ്റുമാരെ ചെവി കേട്ടാൽ അതോടെ നമ്മുടെ പണിയും തീരും. തലതെറിച്ച വിത്ത് വെറുതെ 100 ഇങ്ങനെ മൂരിയിൽ മരുന്ന് നടക്കുന്നത്. നിനക്കത് വേണം. ഇപ്പോഴത്തെ ഉത്സവമൊക്കെ എന്തോന്ന് ഉത്സവം? പണ്ട് തിരുനക്കര ഉത്സവല്ലേ ഉത്സവം. ആണിയും അമ്പാരിയും പഞ്ചവാദ്യവും കാണാൻ എന്തൊരു ചേലാണ്. അന്ന് തിരുനക്കര കൊച്ചുമ്പൽ ജയിക്കാൻ ഈ നാട്ടിലൊരാണില്ലായിരുന്നു. അവന്റെ പാപ്പനാരായിരുന്നു അറിയോ? ആരാ? അതും കൂടി നിനക്ക് അറിയില്ലല്ലോ. എന്റെ അമ്മാവനല്ലേ ആനക്കാരൻ. അമ്മാവന്റെ സൈസ് കൊണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു കൊച്ചാനയാണെന്ന് കൂട്ടിക്കോ. ഉത്സവത്തിന്റെ എഴുന്നള്ളിപ്പ് നടക്കുന്ന സമയം അപ്പോഴല്ലേ കൊച്ചുമ്പൽ അടഞ്ഞത്. എന്തിനാണ് അവൻ ഇടഞ്ഞതെന്നറിയോ? ഇടമ്പ് മാറ്റി എന്ന് വിളിച്ചാ സാധാരണ ആന ഇടയും. ഉണക്കലും നിങ്ങൾ ഇയാൾക്ക് ആരെങ്ങോട്ട് വിളിച്ചത്? പൂമുള്ളി മനക്കിലെ പിടിയാന പാർവതിക്കുട്ടി.
അവളെ തൊട്ടടുത്ത് നിർത്താതെ മാറ്റി നിർത്തിയാണ് അവൻ അടച്ചത്. പെണ്ണ് വിഷയത്തില് അവൻ ആളല്പം പെസകില്ല. അന്നത്തെ കാലത്ത് കൊച്ചുമ്പൻ ഇടയാന്ന് വെച്ചാൽ എന്തോന്നാ, ആറ്റം ബോംബ് വീഴുന്ന പോലെയല്ലേ. ആ പ്രദേശത്തെ കുഞ്ഞുകുട്ടി പരാധീനകളടക്കം സകലമായ പേര് ഓടി. എന്റെ അമ്മാവൻ മാത്രം ഓടിയില്ല. എന്തുകൊണ്ട് ഓടിയില്ല? രാഘവന്റെ അമ്മാവനല്ലേ, ധൈര്യം പിടിച്ചിരുന്ന് കാണും. എടാ പോടാ ഇവിടുന്ന്. എടാ അമ്മാവനെ ആന തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ചിരിക്കല്ലേ, പിന്നെ എങ്ങോട്ട് ഓടാൻ? ഓക്കെ, ഗുഡ് നൈറ്റ്. Good night. നീ എപ്പം? എന്നെ വിടൂ. അത് പറ്റില്ല, കുറെ ദിവസം കൂടി കൈ കിട്ടുന്നതല്ലേ. കുടിച്ചിട്ട് എന്റെ അടുത്ത് വരരുതെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ? ഇനി ഒരിക്കലും കുടിക്കില്ല, ഇന്ന് മാത്രം. ജമില പ്ലീസ്. ഞാൻ പറഞ്ഞാണെന്ന് അറിയാലോ. ആലി, കൊയ്ത്തു നോക്കി 2 പൂവിനെ പിടിയിടാ. രാത്രി മൗലൂദ് മുസ്ലിയാർ വരും, ചോറ് കൊടുക്കണം. മക്കളെ പോലെ വളർത്തിയിട്ട് അത് മാത്രം നമ്മളെ കൊണ്ടാവില്ല. ആമിനത്താത്തര് പറയും. ആട് മാട് കോഴിയൊക്കെ നിനക്ക് ജീവനാ. ഇക്കണക്കിന് കെട്ടിക്കൊണ്ടുവരുന്നവളോടുള്ള സ്നേഹം എന്തായിരിക്കും? ഇത്താത്തക്ക് ഈ ഒരു വർത്താനം ഉള്ളു. പാവപ്പെട്ടവനാണെങ്കിലും നീ കെട്ടുന്നവൾ ഭാഗ്യവതിയാ. ആ, ഞാൻ പറയുന്ന പോലെ നീ ചെയ്യുവല്ലേ. നിന്റെ മണവാട്ടിയെ നീ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ഇവിടെ അവൾക്കൊരു സുഖവും കിട്ടില്ല. ഇങ്ങോട്ടല്ലാതെ എവിടെ കൊണ്ടുപോകും? 4 ഓല മറച്ചൊരു കൊച്ചു കുടില് കെട്ട്. ഈ നരകത്തേക്കാൾ നിനക്കത് സ്വർഗമായിരിക്കും. ഇത്ര നടക്കുന്ന കാര്യമാണോ? പണത്തിന് എവിടെ പോവും? ഇതുവരെ പണിയെടുത്ത കാശ് കണക്കുറഞ്ഞു വാങ്ങണം. കേട്ടോ ഭഗവതി, അത് രക്ഷിക്കണേ. എന്തൊരു ഉയരം! സ്വർഗലോകത്ത് വരയുന്നുണ്ട്. വല്ല വള്ളിയിലിട്ടുണ്ടായ മതിയായിരുന്നു. ഏതൊന്ന് പഴുത്തിരുന്നു കേട്ടോ, നല്ല മണം വരുന്നുണ്ട്. ചാച്ചുമ്മയുടെ ഉമ്മ ഉണ്ടായിരുന്ന കാലത്ത് ചക്കയുടെ കാലം വന്നാ പിന്നെ പായസം തന്നെയാ. എത്ര കുടിച്ചാലും മതിയാവൂല. നിങ്ങൾക്ക് ഇപ്പൊ പായസം വേണമെങ്കിൽ അത് പറഞ്ഞാ പോരെ? എടാ നമുക്ക് എന്താ കാണിച്ചേ? എടാ ഊള, ചക്ക കെട്ടി ഇറക്കാനല്ല എന്റെ കയ്യിൽ കയറ് തന്നത്. ഉളത്തോളെ ചക്ക പൊട്ടിയതൊക്കെ തിന്നൂടെ? മുറിക്കുന്ന കഷ്ടപ്പാടും കുറഞ്ഞു കിട്ടും. കത്തി താഴെട്ടാലേ അതിന്റെ മൂർച്ച പോവും. മനുഷ്യ ജനിച്ചിട്ട് കാര്യമില്ല, ബുദ്ധി വേണം. ബുദ്ധി ബുദ്ധി. അന്ന
കണ്ടിട്ട് കുറച്ച് കാലായല്ലോ. ഇപ്പൊ നല്ല കച്ചവടാന്ന് തോന്നുന്നു. അതൊന്ന് കൊഴുപ്പൊക്കെ കാലത്തെ തോന്നിയ ദിവസം പറയാതല്ലേ. ഇനി എന്റെ പപ്പടം കൊണ്ട് യൗത്തോട്ട് ചെല്ലി നല്ല കച്ചവടേക്കും. ഓളെവിടെ പോയി? ഓ, കിണറ്റിൽ വെള്ളം കുടിക്കാൻ പോയിണ്ടാവും. ഡാലി, ഈ ആ പപ്പടക്കാരിനെ കണ്ട ഇങ്ങോട്ട് വന്നിരുന്നല്ല? ഇല്ല, നമ്മള് കണ്ടില്ല. ഓളെവിടെ പോയി? പിന്നെ നിങ്ങൾ ആ പപ്പടക്കാരിനെ കണ്ട? ഓളെ കൊട്ട പരാന്തയിൽ ഇരിപ്പുണ്ട്, ഓളെ കാണാനില്ല. ഞമ്മളിപ്പോ ബറാന്തന്നല്ലേ വരുന്നത്, അവിടെ ഒരു കൊട്ടയും കണ്ടില്ല. നേരോ, ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാണല്ലോ. ഓ, ഇങ്ങൊക്കെ തോന്നിയതേക്കും. ചെലപ്പോ ഇല്ലാത്തൊക്കെ ഞമ്മള് കാങ്ങും. ഉരുക്കം കെട്ട ജിന്നുകളെ പണിയാ. എന്റെ റബ്ബേ. മാമി, ഈ പശു ഒന്ന് പിടിച്ചേ, മരുന്ന് കൊടുക്കട്ടെ. കോയ പണ്ടേ കൊടുക്കേണ്ടതായ നീ തോയി. ഇപ്പൊ ഈ മൃഗത്തിനെങ്കിലും ആ നല്ല ബുദ്ധി തോന്നിയല്ലോ. എങ്ങോട്ടടി? എന്റെ വീട്ടിലേക്ക്. ഓ, എന്തോ കണ്ടതും വേണ്ട അവളുടെ ഒരു ഭൂമി വിൽക്ക്. ആണുങ്ങളാവുമ്പോഴൊക്കെ സാധാരണയാണ്. അതെയോ? പെണ്ണുങ്ങൾ വിചാരിച്ചാലും സാധിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിനിറങ്ങിയിരിക്കുകയാണോ? അത്രയ്ക്ക് നാണം കെട്ടവളല്ല ഞാൻ, നിങ്ങളെ പോലെ. പേടിപ്പിക്കാതെ. കണ്ട തേവടിച്ചുകളുമായി പുറത്ത് അയഞ്ഞാടുന്നു കേട്ടിരുന്നു. ഇന്ന് കാണുകയും ചെയ്തു. ആ നിമിഷം നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു. ഇനി നിൽക്കാൻ എന്റെ അനുഭവമില്ല, നീ പോകുമല്ലേടി? കൊന്നാലും ഇനി നിങ്ങളുടെ കൂടാൻ കഴിയില്ല. എനക്കെന്താ പ്രാന്ത? എന്തുണ്ടായി മോളെ? നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണ്ട മാമ. പിന്നെ ആരടി നിന്റെ കാര്യം അന്വേഷിക്കുന്നത്? നിന്റെ മറ്റവനോ? മറ്റവനല്ല, മറ്റവൾ. ഈ മനുഷ്യന് മറ്റവളുമാര് കൂടിപ്പോയി. അതിലൊരുത്തിയായി കഴിയാൻ എന്നെ കിട്ടില്ല. കേട്ടോടി, നിന്റെ വളർത്തു വളർത്തുന്ന കൂലി കിട്ടിയോ? ആണുങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ വളർന്നോ ഇവള്? നിങ്ങളത് മാറുന്നുട്ടോ. അടിച്ചുകൊണ്ട് എല്ലൊടിക്കാത്തന്റെ കേടാ. ഈ നാട്ടിൽ നിയമവും പോലീസും ഒക്കെ ഉണ്ട്. എന്നെ ധിക്കരിച്ച് പരിയിറങ്ങിയാൽ ആ നിമിഷം തന്നെ ഞാൻ മൊഴിയുന്നു. ആണുങ്ങളുടെ അവസാനത്തെ ആയുധം. പെണ്ണിനെ മടുത്താൽ, വേറൊരുത്തിയെ മോഹിച്ചാൽ, വീണ്ടും സ്ത്രീധനം വേണമെന്ന് തോന്നിയാൽ അപ്പോഴൊക്കെ മൊഴി ചൊല്ലാം. അന്ന് വരെ തനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട സാധു സ്ത്രീയെ തെരുവിലിറക്കി വിടാം. അത്തരം ആണുങ്ങൾ ഉള്ളിടത്തോളം നമ്മുടെ സമുദായം നന്നാവില്ല. ആണും പെണ്ണും കെട്ടവന്റെ ഒക്കെ കുട്ടികൾക്ക് ചെലവിന് കൊടുത്തോളാന്ന് പറയുന്ന ഇവരെല്ലാം കൂടി പാവം പെണ്ണുങ്ങളെ വേശ്യയിലാക്കി അടങ്ങും. എന്റെ തീരുമാനം മറിച്ചാണ്. നിങ്ങൾ ആണുങ്ങളല്ലേ മൊഴി ചൊല്ലലിന്റെ കുത്താക്കാർ. ഒരു മാറ്റത്തിനായി നിങ്ങളെ ഞാൻ മൊഴി ചൊല്ലുന്നു. 3 മൊഴി ചൊല്ലി ഈ ബന്ധം ഞാൻ വേർപെടുത്തുന്നു. അങ്ങനെ അമ്മാവൻ കാട്ടിലോട്ട് കയറി. വെടിവെപ്പും തുടങ്ങി. തുരുതുരാന്നല്ല വെടിവെപ്പ്. കണ്ടതിന് എല്ലാത്തിനും കാച്ചി. ആന, കുതിര, ഒട്ടകം, സിംഹം, പുലി, ചെന്നായി എല്ലാത്തിനും കൂടെ കാച്ചി. കാട്ടില് കുതിരയുണ്ട് രാഘവേട്ട. കാട്ടില് കുതിര കുതിര ഉണ്ടോ? കുതിര ഉണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞോ. കുതിര ഏതാ ഊള? ഏതാ എന്റെ അമ്മാവന്റെ കാലത്തുണ്ടായിരുന്നു. അത് ഈ വനനശീകരണത്തിൽ പെട്ടിട്ട് എല്ലാം നശിച്ചു പോയതാ. ഓ, എന്റെ മോനെ കുളം കളിക്കാരേ. അങ്ങനെ അമ്മാവൻ വെടിവെച്ച് തളർന്ന്. തോക്കിലാണെങ്കിലും ഉണ്ടില്ല. അവസാനം നോക്കുമ്പോ ഒരൊറ്റ ഉണ്ട ബാക്കിയുണ്ട്.
അങ്ങനെ ഇരിക്കാൻ നിൽക്കുന്ന രണ്ടുപേര് ആരാ? അമ്മാവികളായിരിക്കും. പോണ ഇവിടുന്ന് ഒരാണിയും ഒരാണിയും. ആനിയോ? ആ ആനയുടെ കെട്ടിയോട് ആനി. ഓ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്റെ ആ പൊന്നമ്മാവൻ കുഴഞ്ഞു പോയത്. എന്തേനി? ഇവിടെ ഞാൻ പറഞ്ഞില്ലേ തോക്കിൽ ഒരൊറ്റ ഉള്ളൂന്ന്. ആ, ആനക്കിട്ട് വെടിവെച്ചാൽ ആന അമ്മാവനെ കൊല്ലും, ആനക്കിട്ട് വെടിവെച്ചാൽ ആന അമ്മാവനെ കൊല്ലും. എന്ത് ചെയ്യും? ഛെ, അമ്മാവൻ ആകെ ഡിസ്ട്രിബ്യൂഷനായി പോയില്ലേ. ഭാസ്കര മോനെ, അമ്മാവൻ ആരാണ് മോനെ? എളിന്ന് മടക്കി വെച്ചാത്തി ഇങ്ങോട്ട് എടുത്ത് കടിച്ചങ്ങോട്ട് നിവർത്തി, ഒരു കൈ കൊണ്ട് തോക്കെടുത്ത് ഇങ്ങനെ ചൂണ്ടി, മറ്റേ കൈ കൊണ്ട് പിച്ചാത്തി ഇങ്ങനെ എടുത്തിട്ട് തോക്കിന്റെ മുമ്പിൽ ഇങ്ങനെ വെച്ച് കത്തിയുടെ വായ്ത്തല നോക്കി ചൊറച്ച വെടിയാണ്. ഉണ്ട രണ്ടായി ഇങ്ങനെ പിളർന്നിട്ട് പാതി ആനിക്കും പാതി ആനയ്ക്കും. അതാ കട്ടിക്കണ ചക്ക വെട്ടിട്ട പോലെ. ഭയങ്കരം തന്നെയല്ലേ പിന്നെ എന്റെ അമ്മാവേ. ഉമ്മയുടെ വിചാരം ഞാൻ മധുരയ്ക്ക് ബിസിനസ്സിന് പോയിരിക്കുന്നു എന്നാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ എത്ര പണം വേണമെങ്കിലും ഉമ്മ തരും. പാവ ഉമ്മ. ഇതെന്താ മോശപ്പെട്ട ബിസിനസ് ആണോ? ഇതുപോലെ ഒന്ന് രണ്ട് ഉമ്മ നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ. ഇന്ന് കടലമുട്ടായ സ്പെഷ്യലാണ്. എന്താ സ്പെഷ്യൽ എന്നറിയോ? എടാ കൂടാ, ഇത് നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. സാധാരണ ചോദ്യം എന്റെ വകയാ, ഇത് ചോദ്യം ഉത്തരം നീ എന്ന് പറഞ്ഞല്ലോ. ഞമ്മൻ നിക്കാഹ് ഉടനെ ഉണ്ട്, നിങ്ങൾ വരണം. ഇല്ല, ദൂരാണെങ്കിൽ എന്നെ കൊണ്ടാവൂല. ചായ കുടിക്കാൻ പോലും കാശില്ലാതെ അത് പിന്നെ ഞാനില്ലെങ്കിലും നിന്റെ നിക്കാഹ് നടക്കും. പെണ്ണെങ്ങനെ മൊഞ്ചത്തിയാളോ? ആണെന്നാ മാമ പറഞ്ഞേ. കൊലൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. കല്യാണത്തിന് തീറ്റി നമുക്കൊന്ന് കസറണം. കല്യാണപ്പിച്ച് മൂപ്പര് സദ്യ വെക്കാണ്ടിരിക്കൂല. നമ്മളെ വിളിക്കാൻ മറക്കരുതേ. അത് പിന്നെ പ്രത്യേകം പറയണം. സദ്യന്റെ ആദ്യത്തെ പാത്രം രാഘവൻ. ബിരിയാണി, നെയ്ച്ചോറ്, പത്തിരി, കോഴി പൊരിച്ച്, മീൻ പൊരിച്ച്, സകല സാധനങ്ങളും ഏറ്റു ഏറ്റത്. ചെറുപ്പത്തിലെ ആശിന്റെ ഉമ്മയും ബാപ്പയും മരിച്ചു. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന നമുക്ക് ആയ മാതിരി ഓളെ വളർത്തിയിരിക്കുന്നു. ആരെങ്കിലും കൊടുക്കുന്ന പഴയ കുപ്പായ അല്ലാണ്ട് ഒരു പുത്തൻ ഉടുപ്പ് വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കണ്ണീര് കുടിച്ച് വളർന്ന ഓക്കിന് പാപ്പയും ഉമ്മയും എല്ലാം നിങ്ങളാണ്. ആശിനെ നിങ്ങളെ ഏൽപ്പിക്കണം. നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കുന്നു. എല്ലാറ്റിനും പഠിച്ചോണ്ടെടുത്തനുണ്ട്. ഓളെ പൊന്നുപോലെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. നിങ്ങൾ ആസിനെ ഇങ്ങോട്ട് വിളിക്കും. പോകാൻ നേരായി. വീട്ടിൽ ചെന്നിട്ട് മൂപ്പർക്ക് കൊച്ചിക്ക് പോവാനുള്ളതാ. പാവങ്ങളാണെങ്കിലും നാട്ടു നടപ്പ് നോക്കണ്ടേ. ആലി 2 ദിവസം പിടയ്ക്കട്ടെ, എന്നിട്ട് രണ്ടുപേരെ ഞാൻ തന്നെ അവിടെ കൊണ്ടാക്കാം. തുറന്നു പറയുമ്പം വിഷമം വിചാരിക്കരുത്. മാളികയില് ഞങ്ങളുടെ മോനെ പോലെ കഴിയണ ഇവനെ ഈ കുടില് കഴിയാൻ ഒക്കില്ല. നാട്ടു നടപ്പൊക്കെ നിങ്ങൾ കള. തടസ്സം പറയേണ്ട ആസിനെ വിളി. നിങ്ങൾക്ക് ഓളോട് തോന്നുന്ന സ്നേഹം കാണുമ്പോ അവക്കും നല്ല കാലം വന്നു എന്നാ തോന്നുന്നു. മോളെ ആശി, നല്ല പേര് കേൾപ്പിക്കണം മോളെ. പടച്ചു കാക്കും. എന്റെ മോള് പോയിട്ട് വാ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഈ മുമ്പിൽ കയറിക്കോ.
എന്നാ നിങ്ങള് കൊച്ചിക്ക് പോവാനൊക്കെ കഴിക്കണ്ട. വാ മോളെ. എടാ ഈ എന്താ കണ്ണൂർന്ന് സ്വപ്നം കാണുക? ഇങ്ങോട്ട് ഇറങ്ങടാലിയേ. മാമ എന്താ പറഞ്ഞേ? കുന്തം ഒരു പെണ്ണിനെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ഈ കൊരങ്ങൻ കള്ളുടിച്ച് ജയിൽക്കായല്ലോ. മോനെ, കൊച്ചിന്ന് വരുമ്പോ അനക്കും ഓൾക്കും പുതിയ തുണിയും കുപ്പായും നമ്മൾ വാങ്ങിക്കൊണ്ടുവരും. പിയാപ്പിളയല്ലേ, ഒന്ന് കസറണം. കൊണ്ടുപോ.